സ്നേഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഈ ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും ടോക്സിക് ആയി ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ടോ? പലപ്പോഴും സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ചില ടോക്സിക് ബിഹേവിയേഴ്സ് ആണിത്. ഇത് സത്യത്തിൽ കൺട്രോൾ ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ പല ആളുകളും കുടുങ്ങി പോവാറുണ്ട്. സോ സ്നേഹമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ചില ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളോട് എക്സ്ട്രീം ആയ രീതിയിൽ ജലസ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി മറ്റൊരാളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് സ്ലൈറ്റ് ആയിട്ട് തോന്നുന്ന ഒരു ജലസ് ഉണ്ട്. അങ്ങനെയല്ല പറയുന്നത്. അതായത് നിങ്ങളെക്കാൾ കൂടുതൽ അറ്റൻഷൻ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് അവരോട് ആ ഒരു സമയത്ത് നമുക്കൊരു ജലസ് തോന്നും. പക്ഷെ അങ്ങനെയുള്ള ഒരു ജലസ് അല്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്രയധികം കൂടുതൽ സമയം സംസാരിക്കാൻ പാടില്ല, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബ് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, ഇൻ കേസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പോലും യൂസ് ചെയ്യാൻ പാടില്ല. ഇത്തരത്തിൽ നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലെങ്കിൽ നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു രീതിയിൽ ജലസ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ്, നമ്മളോടുള്ള സ്നേഹം കാരണമാണ് അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു കെയർ കാരണമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണിത്. നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു 5 മിനിറ്റ് കൂടുന്ന സമയത്ത് നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വിശ്വാസമില്ലാത്ത രീതിയിൽ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പുറത്താണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ഇന്ന ആളുടെ കൂടെ പുറത്ത് വന്നിരിക്കുകയാണ് എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ ആ വ്യക്തിക്ക് അത് പോരാ. നിങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുക്കണം, ലൊക്കേഷൻ അയച്ചു കൊടുക്കണം. മാത്രമല്ല അവരുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ഒരു കോൾ വന്നു അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നു, അതിന് റിപ്ലൈ ഇത്ര സമയത്തിനുള്ളിൽ, ഒരു 5 മിനിറ്റിനുള്ളിൽ അവർക്ക് റിപ്ലൈ കിട്ടണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഈ രീതിയിലൊക്കെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിന്നോടുള്ള സ്നേഹം കാരണമാണ്, അല്ലെങ്കിൽ നീ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാത്തത് കൊണ്ടുള്ള ടെൻഷൻ കാരണമാണ് എന്നൊക്കെ പറഞ്ഞതിനെ റൊമാൻറ്റിസൈസ് ചെയ്താലും അതൊരു ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. സോ നിങ്ങളെ ട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് അവർക്കൊരു പ്രൂഫ് കിട്ടിയാലേ നിങ്ങളെ വിശ്വസിക്കൂ എന്ന രീതിയിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. ആൻഡ് ഫൈനലി, നീ എനിക്ക് വേണ്ടി മാറ്, നീ എനിക്ക് വേണ്ടി ഇങ്ങനെ ചേഞ്ച് ആവ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണോ അങ്ങനെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് നിരന്തരം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. അതായത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റേണ്ട ഒരവസ്ഥ. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ഫാമിലി കോൺസെപ്റ്റ്, നിങ്ങളുടെ ഹോബി, നിങ്ങളുടെ ഡ്രീംസ്, ഗോൾസ്, ഇങ്ങനെയെല്ലാം അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതൊരു റിയൽ ലവ് അല്ല. കാരണം നിങ്ങൾ എങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണോ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുക. ഒരു പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ ഡിസഗ്രിമെന്റ് വന്നേക്കാം.